സുധിയോട് ചോദിച്ചു, ചേട്ടാ നിങ്ങൾ എന്തിനാണ് ഈ കുഞ്ഞ് അവിടെയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, കുഞ്ഞിവിടെയാണല്ലോ നിൽക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം സുധിയുടെ രണ്ടാമത്തെ ഭാര്യയായ വീണയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. വീണ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രേണു വീണയോട് പറഞ്ഞു, സുധി മരിച്ചതിന് ശേഷം കിച്ചു എനിക്കൊരു ബാധ്യതയാണെന്ന്. അങ്ങനെയാണ് വീണ പറയുന്നത്. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കിച്ചു ബാധ്യതയാണ്, അങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ല ഒന്നും പറഞ്ഞിട്ടില്ല. സുധി മരിച്ചതിന് ശേഷം ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആര് നോക്കൂ എന്നുള്ള വിഷമത്തില് രേണു എനിക്കും ജോലിയില്ല, കിച്ചുവിനും ജോലിയില്ല, അങ്ങനെയുള്ള ഒരു രീതി പറഞ്ഞാണെന്ന് അറിയത്തില്ല. അങ്ങനെയൊന്നും പറയാൻ സാധ്യതയില്ല. കാരണം കിച്ചുവിന് ചെറിയ പ്രായം വരുന്നപ്പോ, മാത്രമല്ല രേണുവിന്റെ അക്കൗണ്ടിലേക്ക് ഒരുപാട് പൈസ വരുന്നുണ്ടായിരുന്നു. ഇവര് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചു ആ വീട്ടിൽ അധികപ്പറ്റാണെന്ന് രേണു പറഞ്ഞെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം കിച്ചു ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ കിച്ചു പറയുന്നുണ്ട്, കിച്ചു രേണുവിന്റെ കൂടെ ഒക്കെ നിന്നപ്പോഴത്തേനും റബ്ബറിന്റെ പണിക്ക് പോയിട്ടുണ്ടെന്ന്. അതായത് ചെറിയ പ്രായത്തില് പണിക്ക് പോയിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടാണ് കൊല്ലത്തേക്ക് അവർ വിളിച്ചതെന്നാണ് പറയുന്നത്. കിച്ചുവിനെ അച്ഛമ്മ വീഡിയോ കോൾ വിളിച്ചപ്പോഴത്തേനും കിച്ചു പണിക്ക് വന്ന കാര്യം അറിഞ്ഞു. അങ്ങനെയാണ് അച്ഛമ്മ അങ്ങോട്ട് വിളിക്കുന്നതെന്നാണ് പറയുന്നത്. അതിൽ കിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, അച്ഛമ്മ കിച്ചു പണി എന്ന് കണ്ടിട്ട് കരഞ്ഞെന്ന്. അതായത് വീഡിയോ കോൾ കണ്ടിട്ട് കരഞ്ഞെന്ന്. സത്യം പറയുവാണെങ്കിൽ ഈ വീണയ്ക്ക് രേണുവിനെ കുറ്റം പറയാനായിട്ട് ഒരു അർഹതയില്ല. കിച്ചു വീണയെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അച്ഛന്റെ സെക്കൻഡ് മാരേജ് ആയി വീണ എന്ന് പറയുന്ന അവരായിട്ടും ഇത് തന്നെയായിരുന്നു. ആ സമയത്ത് അച്ഛനായിട്ട് എനിക്കൊരു കോണ്ടാക്ടേ ഇല്ലാതായിപ്പോ. എന്ന് പറഞ്ഞാൽ അച്ഛൻ എപ്പോഴും അവിടെ ആയിരിക്കും, ഈ വീണ എന്ന് പറയുന്നത് അവിടെ ആയിരിക്കും, വീട്ടിലായിരിക്കും. വൈകിട്ട് ഒരു ടൈം ഉണ്ട്, ആ ടൈമിലെല്ലാം എന്നെ ഒന്ന് കാണും. എനിക്ക് എന്തോ എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇഷ്ടമല്ലായിരുന്നു അവർക്ക്. ഞാൻ അച്ഛനെ സുധിക്കൂട്ടാന്നൊക്കെ വിളിച്ചോണ്ടിരുന്നത്. അതൊന്നും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അവർക്ക് കല്യാണം കഴിക്കുന്നതിന്, അച്ഛനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ അവരുടെ സെക്കൻഡ് മാരേജ് വരുന്നത്. അവർക്കതില് ഫസ്റ്റ് 2 പിള്ളേരും ഉണ്ട് അവർക്ക്. കിച്ചു വളരെ മോശമായിട്ടാണ് വീണനെ കുറിച്ച് പറയുന്നത്. സുധീനെയും കിച്ചുവിനെയും തെറ്റിക്കാനായിട്ട് വീണ നോക്കി എന്നൊക്കെ കിച്ചു പറയുന്നുണ്ട്. കിച്ചുവിനോട് സ്നേഹത്തോടെ ഒന്ന് സുധി സംസാരിക്കുന്ന പോലും വീണയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. വീണനെ പേടിച്ചിട്ട് കിച്ചു നിൽക്കുന്നത് കൊല്ലത്തായിരുന്നു. പക്ഷെ വീണ ഇന്റർവ്യൂ പറഞ്ഞ എന്താണ്, കിച്ചുവിന് അവിടെ നിൽക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് കിച്ചു അവിടെ നിൽക്കുന്നതെന്ന്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല കാര്യം. കിച്ചുവിന് സുധീനെ ജീവനായിരുന്നു. സുധിയോടെ നിൽക്കാനാണ് കിച്ചുവിന് ആഗ്രഹം. പക്ഷെ ഇവര് സമ്മതിക്കത്തില്ലായിരുന്നു. സുധീനെയും കിച്ചുവിനെയും വേണ്ടെന്ന് വെച്ചിട്ട് വേറെ ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയ ഒരാളാണ് കിച്ചുവിന്റെ ആദ്യത്തെ അമ്മ, അതായത് പെറ്റമ്മ. പക്ഷെ പുള്ളിക്കാരി പോയിട്ടും സാമ്പത്തിക കാര്യങ്ങളിൽ സുധി അവരെ സഹായിച്ചിരുന്നു എന്നാണ് വീണ പറയുന്നത്. അപ്പോഴും ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഇല്ല. ശാലിനി ഡാൻസർ ആണെന്ന് എനിക്കറിയായിരുന്നു. ഒരു ദിവസം ശാലിനി ഞാൻ വിളിച്ച് തെറി വിളിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതൊരു ഫിനാൻഷ്യലി, അതായത് മോൻ ഞങ്ങളുടെ കൂടെ വീട്ടിലാണ് നിൽക്കുന്നത്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൈസയൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടപ്പം ഞാൻ സുധിയോട് ചോദിച്ചു, ചേട്ടാ നിങ്ങൾ എന്തിനാണ് ഈ കുഞ്ഞ് അവിടെയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, കുഞ്ഞിവിടെയാണല്ലോ നിൽക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. സത്യം പറയുവാണെങ്കിൽ ഈ സുധി നല്ലപോലെ മദ്യപിക്കുമായിരുന്നു. അത് പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ ഭാര്യയായിട്ട് ഉണ്ടായിട്ടുണ്ട്, രണ്ടാമത്തെ ഭാര്യയായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ ഭാര്യമാരും സുധിയുമായിട്ടുള്ള പേഴ്സണൽ ഇഷ്യൂസ് എന്താണെന്ന് എനിക്കറിയത്തില്ല. കിച്ചുവിനും അതെന്താണെന്ന് ശരിക്കും അറിയത്തില്ലായിരിക്കും. കാരണം കിച്ചു അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. കിച്ചു പറഞ്ഞ കഥ വെച്ചിട്ട് കിച്ചു ആണ് ഇവർക്കിടയിലെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെയാണ് കിച്ചു പറഞ്ഞേക്കുന്നത്. സുധി മരിക്കുന്നതിന് ഏകദേശം 3 വർഷം മുമ്പ് കിച്ചുവിന്റെ ആദ്യത്തെ അമ്മ മരിക്കുകയാണ് ചെയ്തത്. അതായത് തൂങ്ങി മരിക്കുമായിരുന്നു, ആത്മഹത്യയായിരുന്നു. പിന്നെ കിച്ചുവിനെ കാണാനായിട്ട് അവരൊരു ദിവസം വന്നിരുന്നു. കിച്ചുവിന് സൈക്കിളൊക്കെ വാങ്ങിച്ചു കൊടുത്തെന്നാണ് പറയുന്നത്. അതുപോലെ ചേച്ചിക്ക് 2 ദിവസം സംസാരിച്ചപ്പോ തന്നെ എന്താ പറയാ ഇഷ്ടമാണെന്ന് പറയുന്നു. അത് ഓൾറെഡി കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുള്ള ഒരാള്. സ്വാഭാവികം ചേച്ചി മാരീഡ് അല്ല. അപ്പം അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല? ടെൻഷനില്ല, കാരണം ഓൾറെഡി എനിക്ക് പുള്ളി ഇഷ്ടമാണ്. രേണു നല്ല രീതിയിൽ കള്ളം പറയുന്നുണ്ട്. രേണുവിന്റെ രണ്ടാമത്തെ ഭർത്താവാണ് സുധി. സുധിയുടെ 3ാമത്തെ ഭാര്യയാണ് രേണു. ഇവരുടെ പേര് രേണു എന്നല്ല, രേഷ്മ എന്നാണ്. ഇവർക്ക് ഇവർ തന്നെ ഇട്ട പേരാണ് രേണു എന്ന്. അതായത് എന്റെ പേര് കുഞ്ഞെന്നാണെങ്കിലും ഞാൻ എന്നെ വിളിക്കുന്ന വിമൽകുമാർ എന്നാണെന്ന് പറയുന്ന പോലെ രേഷ്മ എന്ന പേരിന് ഒരു ഗുമ്മില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവര് രേണുന്ന് സ്വയം പേരിട്ടു. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, രേണുസുധീനെ യൂട്യൂബേഴ്സ് എന്തിനാണ് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന്. രേണുസുധി തന്നെയാണ് നമുക്ക് കണ്ടന്റ് ഇട്ട് തരുന്നത്. കാരണം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. നെഗറ്റീവ് ഇല്ലാതെ രേണുസുധിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു ആൽബവും കിട്ടത്തില്ല. രേണുസുധിക്ക് വിദേശ രാജ്യങ്ങളിൽ പോകാനും പറ്റത്തില്ല. നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെയാണ് പുള്ളിക്കാരി പിടിച്ചു നിൽക്കുന്നത്. പോസിറ്റീവിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തെങ്കിലും കഴിവ് വേണം. ആ കഴിവ് രേണുസുധിക്കില്ല. രേണുവിന്റെ ഏതെങ്കിലും ഒരു ആൽബം കണ്ടിട്ട് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നത്തില്ല. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് രേണു സ്വയം നമുക്ക് കണ്ടന്റ് ഇട്ട് തരുന്നതാണ്. ഞാനൊരു കാര്യം പറയാം, രേണുവിന്റെ റീസെന്റ് ആയിട്ട് വന്നൊരു ആൽബം ഫ്ലോപ്പ് ആയിരുന്നു. അതായത് ആദ്യം വ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. എന്നിട്ട് യൂട്യൂബേഴ്സ് ഒക്കെ അതെടുത്ത് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് അതിന് വ്യൂസ് കയറിയത്. ഏകദേശം 20,000 വ്യൂസ് ഉള്ളായിരുന്നതിന് യൂട്യൂബേഴ്സ് ഒക്കെ എടുത്ത് റിയാക്ട് ചെയ്തപ്പോഴാണ് മില്യൺ അടിച്ചത്. ഇപ്പൊ രേണുവിന്റെ ആൽബത്തിലെ സോങ് ഒക്കെ നല്ല സോങ്സ് ആണ്. പക്ഷെ ആ സോങ് ഒന്നും എടുത്തിട്ട് ആരും റിംഗ്ടൂൺ പോലും ഇടുന്നില്ല. അതിന്റെ കാരണം എന്താ? അതിന്റെ അകത്തെ പെർഫോമൻസ് അഴുക്കാണ്. ഒരു പ്രാവശ്യം കണ്ട ആൾക്കാർ വീണ്ടും പോയി കാണുന്നില്ല. അത് തന്നെയാണ്. മലയാളം ആൽബം ഹിസ്റ്ററിയിലെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കിട്ടുന്നതിന്റെ റെക്കോർഡ് രേണുവിനാണ്. ഏകദേശം 1750 നെഗറ്റീവ് കമന്റും 340 പോസിറ്റീവ് കമന്റുമാണ് രേണുസുധിക്ക് ഒരു ആൽബത്തിന് വന്നത്. ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ കിട്ടുന്ന ഒരാളുടെ ടാലന്റ് നമുക്ക് ഊഹിക്കാമല്ലോ. അങ്ങനെ ഒരാൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നെഗറ്റീവ് വേണം. അതുകൊണ്ട് രേണുസുധി ഓരോ കണ്ടന്റ് നമുക്ക് ഇട്ട് തരുന്നതാണ് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അറിഞ്ഞുകൊണ്ട് തന്നെ രേണുസുധി ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇതൊക്കെ റിയാക്ട് ചെയ്യുന്നതെന്ന്, എന്തുകൊണ്ടാണ് രേണുവിനെ ഇൻസൾട്ട് ചെയ്യുന്നതെന്ന്. സത്യം പറയുവാണെങ്കിൽ അവർക്കും അതാണ് വേണ്ടത്. കിച്ചു പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതൊരു കള്ളമായിട്ട് എനിക്ക് തോന്നിയില്ല.
കാരണം കിച്ചു പറഞ്ഞതൊക്കെ സത്യമായിരിക്കും, പക്ഷേ കിച്ചു അതങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഈ താജ് പത്തനംതിട്ട പണ്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. അതിന്റെ അകത്ത് ഇദ്ദേഹം പറയുന്നുണ്ട് കിച്ചു എല്ലാം തുറന്നു പറയണമെന്ന്. രേണുവിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് തുറന്നു പറയണമെന്ന്. കിച്ചു അതിനന്ന് തയ്യാറായില്ല. ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് കിച്ചു വന്ന് പറഞ്ഞത് തെറ്റായിപ്പോയെന്നാണ്. അതായത് രണ്ട് സമയത്തും ഇദ്ദേഹം രണ്ട് രീതിയിലാണ് സംസാരിക്കുന്നത്. പിന്നെ രേണുവിന്റെ കുടുംബത്തിലുള്ള ആളുകൾ ഇദ്ദേഹത്തോട് കിച്ചുവിനെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. സത്യം പറയുവാണെങ്കിൽ എല്ലാവരും കിച്ചു എന്ന് പറയുന്ന കാർഡ് ഇറക്കിയിട്ടാണ് കളിക്കുന്നത്. ഈ ഷഫീന എന്ന് പറയുന്ന ആള് കിച്ചുവിന്റെ വീട്ടിൽ ചെന്നിട്ട് കിച്ചുവിനോട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും നീ പുറത്ത് പറയണമെന്ന്. അങ്ങനെയാണ് കിച്ചു പറയുന്നതെന്നാണ് രേണു പറയുന്നത്. പിന്നെ കിച്ചു രേണുവിനെതിരെ ആരോപിച്ച ആരോപണങ്ങൾ നുണയാന്ന് രേണു പറഞ്ഞിട്ടില്ല. രേണു ഇപ്പൊ ദുബായിലാണെന്നാണ് പറയുന്നത്. തിരിച്ചു വന്നിട്ട് ഉറപ്പായിട്ടും ഇതിന് മറുപടി കൊടുക്കുമായിരിക്കും. കാരണം പുള്ളിക്കാരുടെ സ്വഭാവമായതുകൊണ്ട് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഗൈസ്, എന്തൊക്കെയായാലും എനിക്ക് ഇതിനെക്കുറിച്ച് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.